ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ച നൽകുന്ന സന്ദേശം. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിൽ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രവാസത്തിൻ്റെയും വേദനയുടെയും കാലത്തിന് ശേഷം ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്ത് അവർക്ക് മഹത്വം നൽകുമെന്ന വാഗ്ദത്തമാണ് ഇവിടെ കാണുന്നത്. ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എസെക്കിയേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇതിന് ഉദാഹരണം കാണുവാൻ കഴിയും. ബാബിലോണിയ പ്രവാസം കഴിഞ്ഞ എസെക്കിയേൽ ദൈവിക വിശ്വസ്തതയെക്കുറിച്ചും ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും പ്രവചിച്ചു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റി ഇസ്രായേൽ ജനം അവരുടെ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നു. ജീവിതത്തിൽ നാം പ്രവാസ ജീവിതത്തിലേക്കൂടി കടന്നു പോകുമ്പോൾ വേദനകളും പ്രതിസന്ധികളും നമ്മളെ തളർത്തുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ വീണ്ടെടുക്കുകയും നമ്മെ പൂർവ്വ മഹത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. ഓർക്കുക, പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനാൽ ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.